മാടായിപ്പാറയിൽ മൂന്നാം സംരക്ഷണ സമരം നടത്തുമെന്ന് മാടായിപ്പാറ സംരക്ഷണ സമിതി ഭാരവാഹികൾ. ടൂറിസം വികസനത്തിന്റെ പേരിൽ മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യം നശിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. ക്ഷേത്രഭൂമിയായ മാടായിപ്പാറയിൽ രാത്രികാലങ്ങളിൽ ടൂറിസ്റ്റ് വാഹനങ്ങളെത്തി മാടായിപ്പാറയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ചൈന ക്ലേ ഖനന ലിഗ്നൈറ്റ് ഖനന പദ്ധതിക്കെതിരെ സമരം നടത്തി വിജയിപ്പിച്ചതുപോലെ മൂന്നാം സമരവും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്നതാകുമെന്ന് മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ പി കൃഷ്ണൻ പറഞ്ഞു. മാടായിപ്പാറയുടെ അനുബന്ധ ഭൂമികൾ കയ്യേറുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവ് മാനിച്ച് മാടായിപ്പാറ സംരക്ഷണ കാര്യങ്ങളിൽ പോലീസ് ഇടപെടണം. ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിക്കുന്നതിനാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ് ചെയ്യുന്നത്. മാടായിപ്പാറ സംരക്ഷിക്കുന്നതിനായി മെയ് 7 മുതൽ 11 വരെ 5 ദിവസങ്ങളിൽ വൈകിട്ട് 4 മുതൽ 6 മണി വരെ മാടായിപ്പാറയിൽ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന സത്യാഗ്രഹം നടത്തി മൂന്നാം സംരക്ഷണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തകർന്ന വേലികൾ നമുക്ക് പുനഃസ്ഥാപിച്ചു കിട്ടണം. പോലീസും അതുപോലെ തന്നെ സംവിധാനവും ശക്തമായി ഞങ്ങളോടൊപ്പം നിന്ന് കൊണ്ടുവരണം. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വരുന്ന മെയ് 7 മുതൽ 11 വരെ വൈകുന്നേരം മാടായിപ്പാറയിൽ തന്നെ ഒരു സത്യാഗ്രഹം 2 മണിക്കൂർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് ഉദ്ദേശിക്കുന്നത് സത്യത്തെ ഗ്രഹിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ബോധവൽക്കരിപ്പിക്കാനും അതിന് തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതികരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകാനും വേണ്ടിയാണ് ആ സത്യാഗ്രഹം. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതൊരു പ്രാദേശിക വിഷയമല്ല, ഇതൊരു കേരളാടിസ്ഥാനത്തിൽ ജില്ലാടിസ്ഥാനത്തിലുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് എല്ലാ പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും അവിടെ വന്നു ചേരുന്ന ജനങ്ങളും ഈ മാടായിപ്പാറ ഭൂമിയെ ഒരു പൈതൃക ഭൂമിയുമായി ഒരു കണ്ണിലുണ്ണിയെ പോലെ കാത്തു സൂക്ഷിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് മാടായിപ്പാറ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. വികാരി ജനറൽ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് സായാഹ്ന സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി KP ചന്ദ്രാംഗതൻ, VP മുഹമ്മദ് അലി, E ബാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.